5 കോടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിലയാണ് കേട്ടോ എന്തോ ഒരു സിറ്റിക്ക് എന്തോ ഒരു കത്തറുള്ള ഫീൽ ചെയ്യണ് അല്ലേ? പിന്നെ റീസ്റ്റാർട്ട് ആയിട്ടില്ല ഇല്ല ഇവിടെ ശേഷമാണോ തോക്കെടുത്ത് വെടിവെച്ച ഉടനെ 15 ദിവസം. എത്ര ദിവസം ഇത്? 15 ദിവസം. ഇത് അല്ലല്ല ഈ സേഫ് സോൺ എത്ര ദിവസം? റീസ്റ്റാർട്ട് വരെ. റീസ്റ്റാർട്ട് വരെ വെടിയില്ല. സിറ്റി സേഫ് സോൺ ആപ്പ് പറയുന്നുണ്ട്, പക്ഷെ കുറച്ച് ദിവസത്തേക്ക് എന്താ അതിന്ന് മാറും. അതിന്ന് മാറും അല്ലേ? ആടുബ്രോടെ കഴിഞ്ഞ വരെ സേഫ് സോൺ മാറിയില്ല ഇതുവരെയായിട്ട്. ഇങ്ങനെ ഫസ്റ്റ് നൈറ്റ് ഇതുവരെ കഴിഞ്ഞില്ല. ഹലോ നമ്മുടെ ഗ്യാങ് ഹൗസിലെ ആളല്ലേ ഇത്? ഇവിടെ കണ്ടൊരു പരിചയമുണ്ടല്ലേ. മോശമാണ്. എടാ ചന്ദ്ര ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് ഈ കൂടെ മതിയാ പിന്നെ എടാ അവന് ഓക്കെയാണ്. എടാ എന്റെ പടച്ചട്ട പോയടാ, ഞാൻ ആ സാധനം ഇല്ല, ഞാനിപ്പോ മുണ്ടിലാണ്. ഞാൻ നമ്മള് നിധിയിലെ മുഖത്തിനെ പോലെ കൊണ്ടു നടക്കുന്ന ആളാണ്. പിള്ളേരൊക്കെ കേറി ചൊറിഞ്ഞ് അടിച്ചു കൊന്ന് വട്ടിക്കൊണ്ട് എല്ലാരും അണ്ണുന്റെ ഇടവും വലവും നടുക്കും ചുറ്റും ആളെന്ന് പിള്ളേരെ ഇറക്കുമല്ലോ. ഞാൻ ലവി വിളിക്കട്ടെ, ബ്ലാക്ക് മാഫിയിലെ പിള്ളേരെ വിളിച്ച് ആൾക്കാർ സെറ്റ് ആക്കട്ടെ. അണ്ണു ഞാൻ പറട്ടെ, കണ്ട കുണ്ണാളെ പോലെയല്ല അണ്ണു. അണ്ണു വരുമ്പത്തേക്ക് ഇവിടെ ഒരു ഓറയുണ്ട്, ഒരു ഓറ, മനസ്സിലായില്ലേ? ഡേ അണ്ണു വന്നേ ഒരു സെക്കൻഡ് അണ്ണു, ഒറ്റ സെക്കൻഡ്. എടാ അതെ, കണ്ട പെമ്പിള്ളേരെ പുറകെ നടക്കല്ലേ കേട്ടാ. വല്ലവളും ഉണ്ടെങ്കിൽ എല്ലാത്തിനെയും പറഞ്ഞു വിട്ടേക്ക് 2 ദിവസത്തേക്ക്. വല്ല കൂട്ടിയില്ല കൊടക്കണല്ലോ. അണ്ണു വന്നിട്ട് അതിനാണല്ലേ കാരണം ഇപ്പൊ പിന്നെ നിന്നെ തന്നെ വർഷം ജോലി പാടുന്നത്. എത്ര വർഷമാണ് ചന്ദ്ര നിന്റെ ഒരു കടയുണ്ടായിരുന്നല്ലോ ഇവിടെ, അത് പോയാ? റോബറി കടയുണ്ട്, പക്ഷെ വേറെ ആരുടെ പേരില്ല. ഇവനെന്താ ഗ്യാങ് ഡ്രസ് ഇടാതെ? വെള്ളിയാഴ്ച മാത്രമേ അങ്ങോട്ട് പോകുന്ന വഴിയാ ബോസണ്ണ വിളിച്ചേ. ചന്ദ്ര നിന്നെ എന്തും ബോസണം എന്നൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ. നമ്മളാണ് ഇവിടത്തെ വാസണ, അല്ലെങ്കിൽ ഞാനാണ് ഇവിടത്തെ പിള്ളേരെയൊക്കെ നോക്കുന്നേ ഇപ്പം. അതെ ഓറ തന്നെ ഉണ്ട് കേട്ടോ. ബോസണ്ണ ആരാ ഇപ്പം? ஆமா வச்சுக்கோ. ஏய் அப்படி எல்லாம் பேச கூடாது. ஏய் குட்டி மூஞ்சி வெளியில வாடி. டேய் ஏய் அடிச்சு மூஞ்சில பேத்திடுவேன் வாடே. அப்படி எல்லாம் பேசாத. സ്ക്രാച്ച് ഡോക്ടർ ആയവനാ. ഏപ്പലെ താര എന്തോ കന്നഡയിൽ പൊക്കിക്കൊണ്ട് പോവും. ഇല്ലല്ല പൊക്കി അണ്ണാ. ഞാൻ ഇവിടെ ഉയരോടെ ഞാൻ ചാകണം. ഞാൻ ചത്ത് തറ കിടക്കുമ്പോ അണ്ണുവിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓക്കെയാണ്, മനസ്സിലായില്ലേ? എന്റെ ഷോ പെട്ടെന്ന് പോവും. ബോസണ്ണൻ ചാവണമെങ്കിൽ അതിന് മുമ്പ് ഞാൻ ചാവണം. എന്നെ പിടിച്ചോണ്ട് വന്നേക്കുന്നേ ഓറാണ്ട പിള്ളേരൊക്കെ വിളിക്കുന്നുണ്ട് അണ്ണൂന്ന്. ഞാൻ കേട്ടില്ല. ഇതാരാടാ ഇത്? പേര് പറഞ്ഞ പ്ലീസ് ഒന്ന് മാറിക്കണ, എന്തോ തിങ്ങിക്കണ ദേഹത്തും തൊട്ടല്ലേ. മന്ദാരം ഞാൻ ഫുഡ് എങ്ങനെയെങ്കിലും ഇതങ്ങ് മാറ്റണം. ഇല്ല പ്ലെയിൻ ക്രാഷ് ആയിരുന്നു. പ്ലെയിൻ ക്രാഷ് ആയിരുന്നു.
ആ ചന്ദ്ര പിത്തൽജി മരിച്ചത് ഞാൻ പറയട്ടെ, പിത്തൽജി മരിച്ചത് ഇങ്ങനെ പൂച്ച കൊണ്ടു നടന്ന് പൂച്ച മൂലത്തിൽ നക്കി പൂച്ച മൂലത്തിൽ ഒരു കടി അടിച്ച് ഇൻഫെക്ഷൻ ആയിട്ടല്ലേ പിത്തൽജി ആത്തേ? അതെ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, മരിക്കുന്ന മുന്നേ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, നമ്മളത് ഫൗണ്ട് ചെയ്തു. പിന്നെ വെറുതെ മന്ദാരം ഫ്രണ്ടിലാക്കുക കേട്ടോ. ഇല്ല പക്ഷെ അണ്ണു ഈ ക്യാറ്റിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. എന്തോ കടിക്കത്തില്ലേ? ഇത് കടിക്കത്തില്ല, ഇത് കഴിവൊക്കെയുള്ള പൂച്ചയാണ്. ഇത് ഗ്യാങ് വാറിനൊക്കെ യവൻ ചത്താലും ഈ പൂച്ച ഇറങ്ങി കടിച്ച് കൊന്ന ലാസ്റ്റിലെ വേറെ ചീച്ചിയായിട്ടുള്ള വേറെ ഈ പൂച്ചയാണ് ഒരു pick എടുത്തത്. എടാ ഇത് അവിടെ വവ്വാല് നിന്നായിരുന്നല്ലോ ഇവിടെ, അതാരാ? അത് പോയി. അല്ലേ ഇതെന്ത് ചന്ദ്രൻ നീ ഗ്യാങ്ടസ് മാറി, ഇതെന്ത് ഇത് പാർട്ടി? നമ്മൾ ഇടണോ ഗ്യാങ് ഡ്രസ് ഇടണോ? അണ്ണു നമ്മളെ എങ്ങനെ കാണണം? അല്ല ഓരോ നിർബന്ധമില്ല, ഓരോ നിർബന്ധമില്ല. അണ്ണു നേരെ വൈബ് നമ്മളെ കാണണം. അണ്ണു ഇടാൻ പറഞ്ഞിട്ട് ഞാനിട്ട്. അണ്ണു നമ്മളെ നീട്ടോ നീട്ടോ ഞാൻ അപ്പൊ ഇവര് ഒന്ന് വൈബ് സെറ്റ് ആക്കട്ടെ, ഓറ സെറ്റ് ആക്കട്ടെ. അണ്ണു ഇവര് എടാ ലെവി എന്നെ ഒന്ന് വിളിയടാവുന്ന എന്നെ ഫോണിൽ, നിന്റെ ഫോൺ നമ്പറും തരത്തില്ല എനിക്ക്. നീയൊക്കെ ഈ ബ്ലാക്ക് മാഫിയ എന്നെ, നീ ഗ്യാങ് വല്ല തുടങ്ങിയ നീ? അവന്റെ നമ്പർ 69 അല്ലേ? ഗ്യാങ് മീറ്റിംഗ് ഉണ്ടോ? അലക്സാണ്ടർ നിക്സ്വെയിന് പാപ്പൻ ഇന്നലെ MRC ചേട്ടാ MRC ഇപ്പൊ ഇടയ്ക്കിടെ സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ, അങ്ങ് അടിച്ച് ചാവട്ടങ്ങ് എല്ലാരും കൂടി കിടന്ന് പ്രശ്നം തീരട്ട് ഇല്ലാണ്ട് വലിയ പിന്നെ കുറേയായി. അടിസൗണ്ട് എന്റെ നമ്പർ അവർ മറന്നുപോയാടേ. ഫ്ലൈറ്റ് മോഡലാണോ? ഓൾ രജിസ്റ്റേർഡ്. ഞാൻ ID കാർഡ് എടുത്ത്, എനിക്ക് ID കാർഡിന്റെ ആവശ്യമൊന്നുമില്ല ഇനി. അതെ അപ്പൊ ഞാൻ കഴിഞ്ഞ വള്ളി വരുമെന്ന് നമ്മൾ അത്ര പുരോഗമിച്ച സിറ്റിയില്. അതെ അല്ലേ എടാ സാബു ഒന്നാ സാബു? ഏത് സാബു? സാബുരു എടേ സാബുരുവിനെ കാണണം എന്നാണ് ഞാൻ ഈ പുള്ളി എപ്പോ വന്നാലും സിറ്റി വന്നാ വിളിക്കണേന്ന് പറയും. പക്ഷെ അണ്ണുവിന് എങ്ങനത്തെ വണ്ടി സഞ്ചരിക്കണം? എടാ എനിക്ക് എങ്ങനത്തെ വണ്ടി സഞ്ചരിച്ചാലും കുഴപ്പമില്ല, ഇരിക്കാൻ കുറച്ച് പതുക്കം ഉണ്ടാവണം, പതുപതൊന്നും ഇരിക്കണം. ഹെലി പോണോ? വേണ്ട എനിക്ക് ഇഷ്ടമേ ഇല്ല ഹെലിയൊന്നും വേണ്ട. ഈ ഗാങ്ങിലെ പിള്ളേര് കൊറേ സമയം ഡ്രസ്സിംഗ് ഷോപ്പിൽ വന്നിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരുത്തനാണെങ്കിൽ ഹലോ ചന്ദ്ര ഒലങ്കയാണേ. ഒലാങ്കൂട്ടാ പറ. ഞാൻ കൊറേ ദിവസം ചന്ദ്രനെ വിളിക്കണമെന്നിരിക്കുന്നു, പിന്നെ നിങ്ങൾ തിരക്കായതുകൊണ്ടാണ് ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കണ്ടായത്. ചന്ദ്ര നമുക്കിപ്പോ ലാസ്റ്റ് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു സ്റ്റീവുമായിട്ട്. അപ്പോ അതിന്റെ ഇടയില് നമ്മൾ അതിന് മുന്നേ ഉണ്ടായിരുന്ന മറ്റേ ഒരു ഇഷ്യൂ ഇല്ലേ, അതൊക്കെ നല്ല രീതിയിൽ നമ്മളെ മറ്റേ ഒരു ഡെയിന്റെ മറ്റേ വണ്ടിയുടെ എനിക്കൊന്നും ഓർമ്മയില്ല. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? അപ്പൊ അതത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണ്ടായിരുന്നു. ഇപ്പോഴാണൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയ. ഞാൻ സംസാരിക്കും. ഞാൻ ഇപ്പൊ അണ്ണു വന്നിട്ട് ഞങ്ങളെ ഗോഡ് ഫാദറെ വർഷങ്ങൾക്ക് ശേഷം വരികയാണ്, വർഷങ്ങൾക്ക് ശേഷം. അണ്ണു വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അപ്പൊ അതിന്റെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതാണ് തിരക്കാണ്. ഇത് കഴിഞ്ഞ് ഫ്രീ ആകുമ്പോഴത്തേക്ക് ഞാൻ വരാം. ഹലോ 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 എന്താ എന്തെങ്കിലും പറയാനാണോ? ചുമ്മാ നിർത്തിയ എന്തേ? അല്ല ഒന്നുമില്ല. എന്തെറ്റി? ഓക്കെ അല്ലേ? ചിരിക്കണേ? ഒന്നല്ല ചിരിക്കണെന്ന് ഇത്ര ചിരിക്കാൻ പറഞ്ഞ ഇവിടെ ആരല്ലോ? ഇല്ല തമാശ അല്ല പറഞ്ഞാരല്ലോ? ഭയങ്കര ചിരി. അങ്ങനെയാണ് ബ്രോ, അങ്ങനെയാണ്. ആണോ? കൊള്ളാലോ ബ്രോ.
ഇത്ര പ്ലസന്റ് ആയിട്ടുള്ള ആളെ ഞാൻ സിറ്റിയിൽ കണ്ടില്ല, ഇങ്ങനെ ഇത്രയും ചിരി ചട്ടാസിക്കുന്ന. അടിക്കും എല്ലാത്തിലും ശരിയാണ്. തിരിച്ച് കിടക്കണ്ടേ? അല്ലാത്ത ചിരിയാണ്. ചിരി നല്ലതാണ്, നല്ലതാണ്, നല്ലതാണ്. ഓക്കെ അല്ലേ? ശരി ശരി. വള്ളിയാ ഒന്ന് കൊടുത്ത ആ ചിരി നിക്കും, വണ്ടിന്ന് ഉറങ്ങും. ആ ഞാൻ വേണ്ടാന്ന് വെച്ചു. അണ്ണു എന്തേ അണ്ണു ഇവിടെ നിക്കുന്നുണ്ട് മാത്രം, അല്ലെങ്കിൽ ഇന്ന് ഇവിടെ 2-3 പിടിച്ച് ഇന്ന് ഇടിച്ചാൻ അവിടെ റോഡിലിട്ട്. നല്ലൊരു വള്ളി ഇപ്പൊ അങ്ങോട്ട് പോയുള്ളൂ. കിടുക്ക് വള്ളിയായിരുന്നത്. ഒരുത്തിന് ഭയങ്കര ചിരി. ഇപ്പോഴുണ്ടോ അവിടെ? ഇല്ല, എന്താ ഭയങ്കര ചിരിയാണല്ലോ അത്. ഇത്ര പ്രശ്നമായിട്ടുള്ള സിറ്റി കണ്ടേ അല്ലേ? പിന്നെ ഞാൻ പോയി വന്നപ്പോഴത്തേക്ക് നീ വെളുത്തു, മസില് വെച്ചു. അണ്ണൂന് കളർ വെച്ചല്ലോ, കളർ കുറച്ച്. എടാ എനിക്ക് ആ ഒരു തീപിടുത്തത്തിന് ശേഷം ഞാനങ്ങ് മാറി, മൊത്തം കത്തിപ്പോയില്ലേ. പിന്നെ നിന്ന വീടും നിന്ന സ്ഥലവും ഞാൻ തിരിച്ചു വന്നില്ലേ. അങ്ങനെ സൗണ്ട് സിറ്റി കേക്കുക. മുൻജന്മ സുഹൃതം. എടാ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തി. ഞാൻ എന്തുവാടാ വല്ല മറ്റേ മാനിക്കിനാണോ നട അകത്തിരിക്കുന്ന പോലത്തെ സാധനം? ഞാൻ പറഞ്ഞ അണ്ണു ഇങ്ങനെ ലോക്കൽ സ്ഥലത്ത് നിൽക്കാൻ പാടില്ല. എനിക്ക് എന്റെ മനസ്സിലൊരു ഒരു സാധനം. അണ്ണു ഒന്നേ എടാ അതെ സ്നൈപ്പേ, നിങ്ങൾ എല്ലാരും മറ്റേ ബ്ലാക്ക് ഇല്ല അണ്ണു, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട്. എടാ നമുക്കൊരു ഓറ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അണ്ണുവിന്റെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നടക്കെ കുറച്ച് കോട്ടിട്ട് കുറച്ച് കിടില പയ്യന്മാരെ വേണം, മറ്റേ ബോഡി ഗാർഡ്സ് ഒക്കെ പോലെ. അല്ലല്ല നമ്മളല്ല, നമുക്കല്ലാതെ നിന്നാ പോരെ. അല്ലാണ്ട് ബാക്കിയുള്ളവര് അല്ലാതെ ഒരു ഞാൻ സ്റ്റേഷനിൽ പോയി ചോദിച്ചാലേ. ഒരു സെക്കൻഡ്, അല്ലെങ്കിൽ നമ്മുടെ ബിയോയിൽ പിള്ളേര്. ഹലോ എടാ നായിന്റെ മോനെ, നീ എവിടെ ഇത്ര നേരം? എടാ നമ്മളെ അണ്ണു വന്നിട്ടുണ്ട്, നമ്മളെ അണ്ണു. കാണാൻ പരിചയപ്പെടാ. അപ്പൊ നമുക്കേ ഒരു 4-5 പേരെ വേണം അണ്ണുന്റെ കൂടെ നടക്ക. ഇങ്ങനെ അണ്ണുവിനെ തൊടാനൊന്നും പാടില്ല. ഫുൾ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് കിട്ടും. സെറ്റ് ആയിട്ട് നിൽക്കും നിങ്ങള്. എവിടെ പറഞ്ഞ? ഓക്കെ, നിങ്ങൾ റെഡി ആയിട്ട് എവിടെ പറഞ്ഞ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാം അണ്ണുവിനെ കൊണ്ട്. ശരി ഓക്കെ. അണ്ണു വണ്ടി റെഡിയായി. വാ പോകുമ്പോ പിന്നെ എല്ലാം ഉണ്ട്, സെറ്റാണ്. ഉറപ്പാടാ? ഫുഡ് എടുക്കുന്ന ഏതായിരുന്നടാ? F2 F10 ടാബോ? ടാബൊക്കെ അങ്ങ് മറ്റേ ആർക്ക് റൈഡേഴ്സിലാണ്. വണ്ടിക്കകത്ത് കുനിഞ്ഞോ നിക്കല്ലേ? വലിയ തമാശ ഒക്കെ പറഞ്ഞ നീ വലിയ തമാശ എന്താടാ പറയുന്നത്? പുറത്തുള്ള സൗഹൃദം നിന്നെ തന്തയിലടുത്തിരിക്കണം, മനസ്സിലായില്ലേ? തലേ കയറിയിരിക്കുവാന്നല്ലോ നീ, തലേ കയറിയിരിക്കുവാന്നല്ലോ മന്ദാരം. നീ സോറി നമ്മുടെ ഒക്കെ ഉണ്ടോ മന്ദാരം? അങ്ങോട്ട് റോഡിൽ നിർത്തുന്ന എന്താ കുനിഞ്ഞിക്കട്ടവൻ? സോറി പോലെ തലേ അല്ലടാ അവർ 10 പ്രാവശ്യം നേരത്തെ അവൻ എന്ത് അല്ല അന്ന് കുറച്ചു ദിവസം കഴിയുമ്പോ നിനക്കൊക്കെ തലേ കയറണോ? എനക്കൊക്കെ അങ്ങ് അതാരാ നിനക്ക്? പുതിയായിട്ട് എടുത്തവന്മാർക്കൊക്കെ ഉണ്ടല്ലോ നിനക്ക്. ഇതാരാ? എനിക്കിതൊന്നും മനസ്സിലാവും. തെറിച്ചു പോയൊരുത്തൻ നമ്മുടെ കൂടെ വണ്ടി ചാടി. അന്ന് അങ്ങനെയാണോ വിളിക്കുന്ന? പറഞ്ഞു മാറ്റാൻ പറ്റൂല. അവൻ അങ്ങനെ വിളിച്ച് ശീലിച്ച്. എന്നെ അണ്ണാന്ന് വിളിക്കുന്ന ഒരാളുണ്ടല്ലോ അണ്ണു. സന്തോഷം ഉള്ളിന്റെ ഉള്ളിൽ. അയ്യോ ഇത് പുതിയ ഓരോരോ ടെക്നിക്സ് കേട്ടോ. അപ്പൊ തിരിക്കുന്നവര് കറങ്ങൂ? ഇല്ല അതില്ല. നമ്മള് കേറാറുന്നു കേട്ടോ. ഗാങ് ഹൗസ് പരിചയപ്പെടണല്ലോടാ ഓരോരുത്തരെ. നമുക്ക് ഞാൻ ഡ്രസ് മാറ്റിട്ട് പോണോ? ഡ്രസ് മാറ്റാ? എന്ത് ഡ്രസ് മാറ്റി? മറ്റേത്
നമുക്ക് വണ്ടി എടുക്കാം. ഭാഷയൊന്നും പറയരുത്. ഇല്ല അണ്ണു വേറെ ഒന്നുമല്ല, നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അണ്ണുവിന്റെ വരവ് പ്രമാണിച്ച് ഇത് എനിക്ക് ചന്ദ്ര നമ്മളെ ഇങ്ങനെ പുതിയ മനുഷ്യനായിട്ടൊന്നും കാണല്ലേ ഇവിടെ. ഞാൻ പറയണ അതല്ല, അണ്ണുവിന്റെ ഒരു ഓറ ഉണ്ട്, ഒരു ഓറ. ആ ഓറ തൊട്ടുള്ള ഒരു പരിപാടി നമ്മള് സിറ്റി നടത്തുന്നില്ല. വണ്ടി എടുക്കാം. തങ്കം വിളിക്കുന്നടാ എന്റെ എവിടാണ് തങ്ക? നീ വന്നുടനെ തന്നെ വിളിച്ചായിരുന്നല്ലോ. സിംഗപ്പടയുടെ രാജാവേ. റീസ്റ്റാർട്ട് ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. എന്തിനു പറ ഒരു ഗാരേജ് മാർക്ക് ചെയ്തറാ. ഉദ്ഘാടനത്തിന് ഞാൻ അവിടെ വന്ന് വെള്ളം അടിക്കണോ? കോട്ട് സൂട്ട് ഇട്ട് അവനെ കൊണ്ടുവന്നു. വരാം, നമ്മള് വരാം. ഹലോ, ഇതാരാ? എന്താ ഇപ്പൊ എടുത്ത്? ഇപ്പൊ എന്താ എടുത്തത് ബ്രോ? എന്ത് വണ്ടി എടുത്തേ? ഒന്ന് എടുക്കാവോ അത്? ചോദിച്ചുള്ളൂ, വന്നുണ്ടോ? അണ്ണോ എങ്ങനെ വണ്ടി? ഇതാണോ ഇത്രയും നേരമായിട്ട് ഞാൻ ട്രാവൽ ചെയ്ത് വന്നിട്ട് കേറാൻ പോകുന്ന വണ്ടി? ബ്രോ മറ്റേ വണ്ടി എടുത്തു ബ്രോ. ഇതിനകത്ത് കേറാൻ പറ്റത്തില്ല കേട്ടോ. ഇത് കേറി കഴിഞ്ഞാ മുടി പോവും. എടാ ഇത് വേണ്ട ചന്ദ്ര. ആടാ ചന്ദ്ര, ഇത് കൊള്ളാം ചന്ദ്ര. ഇതിനകത്ത് കേറി കഴിഞ്ഞാൽ ചന്ദ്ര മുടി മുടി. എനിക്ക് വണ്ടി ഓടിക്കാൻ തരുമോ? ഉജ്ജല ഈ വണ്ടി ഓടിച്ചോട്ടെ. അണ്ണു ഈ വണ്ടി ഓക്കെയാണോ? പിന്നെ ഉജ്ജല നമ്മളൊന്ന് പോയിട്ട് വരാം. താങ്ക്സ് ഫോർ ദ വണ്ടി. ഇത് ഫ്യൂച്ചർ വണ്ടിയാ. ചന്ദ്ര പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു അന്ന് പോയപ്പോ സിറ്റിക്കകത്ത് നമ്മുടെ ഗ്യാങ്ങിനകത്ത് കയറുന്നവന്മാർക്ക് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റോ അറ്റ്ലീസ്റ്റ് +2 പാസ്സായ സർട്ടിഫിക്കറ്റ് എങ്കിലും വേണം. അതൊക്കെ ശേഖരിച്ചായിരുന്നു. ഓ ശേഖരിച്ചായിരുന്നു. 8 വർഷം 4 തവണ ഇരുന്ന് പക്ഷെ 10ാം ക്ലാസ് പാസ്സായി. മണിയൻപിള്ള രാജു ആരാ മോനെ നിന്റെ വിചാരം? ഞാനേ മുതുകിലോട്ടൊന്ന്. അതാരാടാ മണിയൻപിള്ള രാജു? ഞാനിപ്പോ അങ്ങോട്ട് രാജനിറങ്ങിയ വണ്ടിയേരം കിട്ടും. ഞാൻ മുതുകിലോട്ട് വരുമ്പോ ഇത് ഗ്യാങ്സ് ആണോടാ? ഇത് ഇവിടെ കയറണോ? ഇതേതാ ഇത് ഗ്യാങ്സ്? ഇത് പക്ഷെ മറ്റേ കയറാം, അത് കുറച്ച് രസമുണ്ട്. ഇത് ആരാടാ ഈ അച്ഛന്റെ പാടുന്നേ? ഹലോ, ഈ ആൽഫ പിള്ളേര് ഭയങ്കര സീനാന്നേ. എന്റെ റിംഗ് ടോൺ കേട്ടില്ല? ഇല്ല എന്റെ റിംഗ് ടോൺ ഞാൻ വിളിക്കാം. അണ്ണൂരിനടുത്ത് കയറണമെന്ന് പറഞ്ഞാൽ നമ്മള് കയറും. അല്ല ഇവർക്ക് ഇതേരായിട്ട് ഗൺ ഫൈറ്റിന് വാറിനൊന്നും അല്ലല്ലോ പോണേ. അതാണ് ആൾക്കാർ ഇങ്ങനെ ഹോളടിക്കും. ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്യാങ്സിന്റെ അകത്ത് നമ്മുടെ വെള്ളത്തിലോട്ട് പോയ നേരെ ചിലപ്പോ വെള്ളത്തിൽ പോകും. ചിലപ്പോ നമുക്ക് പോകും. അവർക്ക് തെറ്റായിരിക്കും.
നമുക്ക് വീട്ടിൽ തന്നെ ഇറങ്ങാം. പോയിട്ട് വരുമ്പോ അതുപോലെ അവിടെ തന്നെ നിക്കണേ, ഇവിടുത്തെ പോലെ. ഇല്ല എവിടെ പോവാൻ? ഇത് റീസ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ സെറ്റ് ആവൂ, അപ്പൊ തന്നെ കയറാവൂ. ഒന്നാമത്തെ കാര്യം ഇങ്ങേര് മുതുവള്ളിയാ, രണ്ടാമത്തെ കാര്യം ഇങ്ങേരിക്ക് ഒടുക്കത്തെ ഓറ ഇവിടെ വെച്ച് കളക്കിയായിട്ട് ആരേലും പിടിച്ചോ വല്ല ഒന്നോ രണ്ടാമത്തെ പിള്ളേരെല്ലാം പിടിച്ചോണ്ട് കഴിഞ്ഞാൽ ഈ മനുഷ്യന്റെ സമാധാനം മൊത്തം നമ്മുടെ ഗാംഗൂസിന്റെ അത്ര ഒരു ഗാംഗൂസ് മനസ്സിലായ. ഹോംലി ഫീൽ ഉണ്ട്. നമ്മുടെ ഗ്യാങ്സ് കേറുമ്പോ തന്നെ ഒരു ഓറ ഫീൽ ചെയ്യും. എന്താന്ന് അറിഞ്ഞൂടാ, പിന്നെ എന്തോ ഒരു ചോര വിട്ടുള്ള സ്ഥലം അല്ലേ ഇത്? പിന്നെ അണ്ണു ഈ വണ്ടി മതിയാ നമുക്ക് സഞ്ചരിക്കാൻ ഇനിയുള്ള അങ്ങോട്ട്? എന്തേലും മതി എന്റെ പൊന്ന് ചന്ദ്ര. റീസ്റ്റാർട്ട് കഴിഞ്ഞാൽ പോകില്ലേ? റീസെന്റ് നമ്മൾ അവനെ വിളിക്കുമല്ലോ, ഡിറ്റക്റ്റീവ് ഏജന്റ് പേരുന്നത് അവന്റെ സുഗുണനാ, ഉജ്വലൻ. ആ ഉജ്വല. ഇപ്പത്തെ പേര് ചാൾസ് അല്ലേ? എത്ര പേരുണ്ട് അവന്? അവൻ എത്ര പേരുണ്ട്? 4 പേരാ. ആരവൻ? ഈ കാട്ടക്കരയുടെ കോമഡി അടിക്കല്ലേ, ചൊറിഞ്ഞു വരും കേട്ടോ. സോറി എന്റെ കാലം കഴിഞ്ഞേ. അല്ല അണ്ണുവിന്റെ മേക്കപ്പിനല്ല തീരണ്ട. എന്റെ മേക്കപ്പിന് സീനുണ്ട്, എന്റെ കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു. ഞാൻ ഒരു ഉള്ളിവട കഴിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? വിശക്കുന്നേ? ഇല്ല തത്സമയത്തിലാണാ? അല്ല, തത്സമയത്തിൽ തന്നെ ഉള്ളിവട കഴിക്കുന്നതിന് കുഴപ്പമല്ലോ? ഇല്ല എന്ത് കുഴപ്പം? നമ്മള് വടയും കഴിക്കും ഉള്ളിയും കഴിക്കും. അതെ ചന്ദ്രൻ ഏതാ ഇഷ്ടം? ഉഴുന്നുവട, പരിപ്പ് വട, ഉള്ളിവട? വടപ്പരിപ്പ്. അച്ഛാന്ന് ചോദിക്കുമ്പോ കൊച്ചച്ഛനെ കത്തിയട്ടെ.